ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിദ. ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു സൺഫ്ലവർ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സർക്കിൾ വരച്ചിട്ട് പെറ്റൽസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ പെറ്റൽസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വരച്ചിട്ടുള്ള സർക്കിളിൻ്റെ അടുത്തുനിന്ന് തുടങ്ങിയിട്ട് മേലെ വരച്ചിട്ടുള്ള ആ പോയിൻറ്റിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മളൊന്ന് കുത്തിയിട്ട് ത്രെഡ് മേലേക്ക് വലിക്കാം. എന്നിട്ടൊരു ലൂപ്പിനുള്ള പോർഷൻ വിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് എടുത്തിട്ട് മേലെ നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഓരോ പെറ്റലും ഒന്ന് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മളുടെ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. നമുക്ക് ഡ്രസ്സിൽ സ്ലീവിലോ അല്ലെങ്കിൽ നെക്കിലോ ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാനും, ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ടോട്ട് ബാഗിൻ്റെ മേലെയൊക്കെ ചെയ്തെടുത്താലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ നമുക്ക് ഷർട്ടൊക്കെ വരുന്ന ഓവർ സൈസ്ഡ് വൈറ്റ് ഷർട്ടിൻ്റെ മേലെയൊക്കെ ഇതേപോലെ തുന്നിയെടുത്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഇത് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റൽ തന്നെ ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുന്നത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു സ്റ്റിച്ച് പ്രോപ്പറായിട്ട് ലേസി ഡേസി സ്റ്റിച്ച് തന്നെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഇതേ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചുറ്റിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്ററിലുള്ള ചെറിയ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോകുന്നത് ബാസ്ക്കറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബ്രൗണിൻ്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബാസ്ക്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പം അറിയാമല്ലോ, ഒരു വീവിങ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ആ ഒരു ലുക്കിൽ 2 ത്രെഡും ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ത്രെഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് വെർട്ടിക്കലി ഒന്ന് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ത്രെഡ് എടുത്തിട്ട് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഓരോ ആദ്യം കൊടുത്ത ത്രെഡിൻ്റെയും ഉള്ളിൽ കൂടെ വരുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.